Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of Kerala Maritime History in Boom, except from Amazing Stories of Kerala Maritime History, FAUGP, MDC, Commerce and Management, Understanding Kerala Narratives of Development, Commerce and Entrepreneurship, third semester, Calicut University. Answer the following questions in 200 words. 200 words in എഴുതാനുള്ള essay ആണ്. Discuss the idea of culture as evolving and expanding with reference to the text prescribed for your study. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു എസ്സേയിൽ നിന്ന് അതൊരു റെഫറൻസായി എടുത്ത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഡിങ് ആണ്, അതായത് വികസിക്കുന്ന ഒന്നാണ് കൾച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയനെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Kerala Maritime History in Boom, excerpt from Amazing Stories of Kerala Maritime History by Deepa Thomas, explore Kerala history, tracing Kerala's maritime connections from ancient times through the era of European imperialism. അപ്പോൾ ഈ ഒരു കേരള മാരിടൈം ഹിസ്റ്ററി ഇൻ ബൂം എന്ന് പറയുന്നത് ഒരു എക്സെപ്റ്റ് ആണ്. ദീപ തോമസിൻ്റെ ഒരു ബ്ലോഗാണ് അമേസിങ് സ്റ്റോറീസ് ഓഫ് കേരള മാരിടൈം ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള കേരള മാരിടൈം ഹിസ്റ്ററി ഇൻ ബൂം എന്ന് പറയുന്നത്. ഇതിൽ കേരളത്തിലെ പുരാതന കാലത്ത് ഉണ്ടായിട്ടുള്ള ട്രേഡ്, മാരിടൈം ട്രേഡ്, അതായത് കടൽ വഴി നടത്തിയിട്ടുള്ള കച്ചവടം ഉള്ളൊരു ബന്ധത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ദ ഐഡിയ ഓഫ് കൾച്ചർ ആസ് ഇവോൾവിങ് ആൻഡ് എക്സ്പാൻഡിങ്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം, സംസ്കാരം എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ പുരാതന കാലം തൊട്ടേ ഈ ഒരു മാരിടൈം ഹിസ്റ്ററി ഉണ്ട്, ഈ ഒരു കടൽ വഴിയുള്ള കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോഴും അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആണ്. Culture is not fixed. It continuously evolves and expands through interactions, exchange and adaptation. കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് കണ്ടിന്യൂസ്ലി, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻറ്ററാക്ഷൻസിലൂടെ, അതായത് ഈ കച്ചവടം നടത്തുന്ന സമയത്തൊക്കെയുള്ള നടത്തുന്ന ആശയവിനിമയത്തിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ ഒക്കെയാണ് ഈ ഒരു കൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതുപോലെ എക്സ്ചേഞ്ചിലൂടെ. Cultural identities in Kerala are not static. Rather, they are shaped by social interactions, historical context, power dynamics and cultural norms. അതായത് കേരളത്തിലെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അത് ഷേപ്പ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണ്. അതായത് ആശയവിനിമയത്തിലൂടെ, സമൂഹത്തിൽ പരസ്പരം സംസാരിക്കുന്നതിലൂടെയാണ് കൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതുപോലെ ചരിത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾ, പവർ ഡൈനാമിക്സ്, കൾച്ചറൽ നോംസ്, ഇതിലൂടെയൊക്കെയാണ് കൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദീസ് ഐഡൻറ്റിറ്റീസ് കണ്ടിന്യൂസ് ടു ഇവോൾവ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രേഡ്, മൈഗ്രേഷൻ ആൻഡ് എക്സ്റ്റേണൽ കണക്ഷൻസ്. അതായത് ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന് ഒരുപാട് ട്രേഡ്, കച്ചവടം, അതുപോലെ മൈഗ്രേഷൻ, കുടിയേറ്റം, അതുപോലെ എക്സ്റ്റേണൽ കണക്ഷൻസ് ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് കച്ചവടത്തിലൂടെ നമുക്ക് ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അതായത് ഒരുപാട് വിദേശികളൊക്കെ കേരളത്തിലേക്ക് വരുന്നതോടുകൂടി അവരുടെ കൾച്ചർ, ഒരു ഐഡിയ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് കേരളത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ട്രേഡേഴ്സ് ഫ്രം ബാബിലോണിയ, ഈജിപ്റ്റ്, അറേബ്യ ആൻഡ് റോം not only engaged in trade but also brought with them their languages, religions, dress, food and customs. അതായത് ഒരുപാട് രാജ്യങ്ങളിലെ കച്ചവടക്കാർ, ബാബിലോണിയ, ഈജിപ്റ്റ്, അറേബ്യ, റോം തുടങ്ങിയിട്ടുള്ള അവരൊക്കെ കച്ചവടത്തിൽ മാത്രം എൻഗേജ്ഡ് അല്ല, അവരൊക്കെ അവരുടെ കൾച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ ലാംഗ്വേജ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ റിലീജിയൻ, ഡ്രസ്സ്, ഫുഡ്, കസ്റ്റംസ്, ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ജൂദായിസം വാസ് വൺ ഓഫ് ദ earliest foreign religions to arrive in Kerala, followed by Christianity and Islam. ജൂതന്മാരാണ് ആദ്യമായിട്ട് ഒരു ഫോറിൻ
റിലീജിയൻ എന്നുള്ള തരത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. ലോക്കൽ റൂളേഴ്സ് അക്കോമഡേറ്റഡ് ദീസ് കമ്മ്യൂണിറ്റീസ് ഗ്രാൻറ്റിംഗ് ദം ലാൻഡ് ആൻഡ് പ്രിവിലേജസ് വിച്ച് എൻകറേജസ് ഇൻറ്റഗ്രേഷൻ. ലോക്കൽ റൂളേഴ്സ് അവർക്ക് ലാൻഡ് നൽകുന്നുണ്ട്, പ്രിവിലേജ് നൽകുന്നുണ്ട്, ഫ്രീഡം നൽകുന്നുണ്ട്, അവർക്ക് അവിടെ വീട് വെച്ച് താമസിക്കാനും അവരുടെ റിലീജിയൻ ഫോളോ ചെയ്യാനൊക്കെയുള്ള അവകാശങ്ങളൊക്കെ നൽകുന്നുണ്ട്. Even in modern times, Kerala's cuisine, clothing, architecture and festivals reflect this blended heritage. അതായത് ഈ ഒരു മോഡേൺ ടൈംസ്, ഈ ഒരു ആധുനിക കാലഘട്ടം എടുത്തു നോക്കിയാലും കേരളത്തിൻ്റെ സ്വാദ്, കേരളത്തിൻ്റെ ഭക്ഷണം, അതുപോലെ ഡ്രസ്സ്, ആർക്കിടെക്ചർ, ഫെസ്റ്റിവൽസ് ഇതൊക്കെ ബ്ലെൻഡഡാണ്. For example, dishes like biryani and idiyappam or traditional garments like the mundu with Arab influences shows how external cultures became part of Kerala's identity. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ബിരിയാണി, ഇടിയപ്പം. ഇതൊക്കെ ഈ ഒരു ഇതിനുള്ള എക്സാമ്പിളാണ്. അതായത് കേരളത്തിൽ മറ്റ് ഫോറിൻ കൺട്രികളിൽ നിന്നുള്ള കൾച്ചറൊക്കെ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ്. അതായത് അറബ് രാജ്യം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഈ മുണ്ടൊക്കെ വന്നിട്ടുള്ളത്. This continuous interaction and acceptance have made Kerala's culture vibrant and expanding. അതായത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ, അതുപോലെ ആക്സെപ്റ്റൻസിലൂടെ കേരളയുടെ കൾച്ചർ, കേരളത്തിൻ്റെ സംസ്കാരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ.